അറ്റാക്ക് ഓൺ ടൈറ്റൻ. എന്നെ പോലെ ഒരുപാട് ആനിമെ ഫാൻസിന് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനിമെ. മറ്റുള്ള ലോങ് റൺ ആനിമേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എപ്പിസോഡ്സിലൂടെ ഒരു കിടിലൻ സ്റ്റോറി ആർക്ക് തന്നെ പറഞ്ഞു പോയിട്ടുള്ള ഈ ഒരു ആനിമെ വേൾഡിൽ തന്നെ എത്ര അധികമാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ഒരു ആനിമയെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. 2013 മുതൽ 2023 വരെ ഏകദേശം 10 വർഷത്തോളം 4 സീസണുകളിലായി 94 എപ്പിസോഡുകളിലൂടെ ഫുൾ സ്റ്റോറി ആർക്കും പറഞ്ഞു തീർത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ആനിമെ അഡാപ്റ്റേഷൻ തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അജിമി ഇസ്മായ എന്ന ക്രിയേറ്റർ ഡെവലപ്പ് ചെയ്ത് ഏകദേശം 140 മില്യൺ കോപ്പീസോളം വിറ്റുപോയിട്ടുള്ളതും 2009 ആരംഭിച്ച് 2021 അവസാനിച്ചിട്ടുമുള്ളതായിട്ടുള്ള ഇതിന്റെ തന്നെ മാംഗയുടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഡയറക്റ്റ് അഡാപ്റ്റേഷൻ തന്നെയാണ് ഈ ഒരു സീരീസ്. ഇതിന്റെ ആദ്യ 3 സീസൺസും വിച്ച് സ്റ്റുഡിയോസ് തന്നെയാണ് ആനിമേറ്റ് ചെയ്തിരുന്നത് എങ്കിൽ തന്നെയും അവസാന സീസൺ മാപ്പ എന്ന മറ്റൊരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ മനുഷ്യരെ തന്നെ തിന്നില്ലാതാക്കുന്ന ജയന്റ് മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ടൈറ്റൻസിൽ നിന്ന് രക്ഷ നേടുവാനായി സർവൈവ് ആയി അവശേഷിക്കുന്ന മനുഷ്യരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് വലിയ 3 വാളുകൾക്കുള്ളിൽ ജീവിക്കുന്നു. 3 ലെയറുകളിലായിട്ടാണ് ഈ 3 വാളും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പല ജീവിത രീതിയിൽ ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരുമുണ്ട്. ഒരേ സമയത്ത് പുറത്തു നിന്ന് തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈറ്റൻസിനെ തടയുന്നതിനോടൊപ്പം വാളിനുള്ളിലുള്ള ഇന്നർ പൊളിറ്റിക്സും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു എൻറ്റയർ സീരീസിലൂടെയും പറയുന്നത്. ഈ വാൾസിൽ തന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള വാൾ മരിയയ്ക്കുള്ളിൽ ജീവിക്കുന്ന യെരൻ, അർമിൻ, മിക്കാസാദ് എന്ന 3 കുട്ടികളിൽ നിന്നുമാണ് ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത്. ഈ ഒരു എൻറ്റയർ സീരീസിന്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും ഇവർ തന്നെ. ഇവരെ കൂടാതെ പിന്നീട് സീരീസ് മുന്നോട്ട് പോകുമ്പോൾ ക്യാപ്റ്റൻ ലെവി ഉൾപ്പെടെ ഒട്ടനേകം ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും പിന്നീട് ഈ ഒരു സീരീസിലേക്ക് എൻ്റർ ആകുന്നതാണ്. ഈവൻ ദോ എപ്പിസോഡിൽ വരുന്ന ചെറിയൊരു ക്യാരക്ടറിന് പോലും കൃത്യമായിട്ടുള്ള ഒരു ആർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ടൈറ്റൻസിൽ തന്നെ വളരെയധികം സൈസ് കൂടിയിട്ടുള്ള കൊളോസൽ ടൈറ്റൻ ഔട്ടർ മോസ്റ്റ് വാൾ ആയിട്ടുള്ള വാൾ മരിയെ നശിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് ടൈറ്റൻസ് ഉള്ളിലോട്ട് വരികയും ചെയ്ത് ഇവരുടെ ഫാമിലികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് പകരമായി സർവൈവ് ആയി എത്തുന്ന ഈ 3 കുട്ടികൾ ടൈറ്റൻസിനെ തന്നെ ഡിഫെൻഡ് ചെയ്യുകയും അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ടീമിലേക്ക് സെലക്ട് ആവുകയും ചെയ്യുന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സീരീസിലൂടെ കാണുന്നത്. ഫസ്റ്റ് സീസണിലെ ആദ്യ എപ്പിസോഡ് മുതൽ ആക്ഷൻ ഒരു പഞ്ഞവും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റോറിയിലേക്ക് കടന്ന് ഒരു കിഡിലോസ്കി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സീരീസ് തന്നിട്ടുള്ളത്. ഒരേ സമയം ആക്ഷന് മുൻതൂക്കം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റിനാണെങ്കിലും പ്ലോട്ട് ട്വിസ്റ്റുകൾക്കാണെങ്കിലും ഒരു കുറവും സംഭവിക്കാതെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി കിണ്ണം കാച്ചി അനുഭവം തന്നെയാണ് ഈ ഒരു എൻറ്റയർ സീരീസിലൂടെയും ലഭിക്കുക. ചില സമയത്ത് ഇതിന്റെ പ്ലോട്ട് ട്വിസ്റ്റുകൾ കാണുമ്പോഴത്തേക്ക് ഇത് എന്തുവാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പോലും അറിയാതെ ചിന്തിച്ചു പോകും. കാരണം ഒട്ടും തന്നെ പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിന്റെ എൻറ്റയർ സ്റ്റോറി ലൈന് മുന്നോട്ട് പോകുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്തവർക്ക് അതൊരു സ്പോയിലർ ആയി പോകും. എന്തായാലും ടക്കെ ടക്കെ എന്ന് വളരെയധികം ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്ന അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സോ സബ്പ്ലോട്ടുകളോ ഒന്നും കുത്തിക്കയറ്റാതെ ഓരോ ഡയലോഗിന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരും തന്നെ വളരെയധികം എൻഗേജ് ചെയ്യിപ്പിച്ച് കാണിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഉള്ളത്. ആക്ച്വലി ഈ ഒരു സീരീസ് ഞാൻ കുറെ നാൾ മുമ്പ് കണ്ടതാണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യുവാനായി വീണ്ടും റീവാച്ച് ചെയ്തപ്പോൾ അതാണെങ്കിലോ വേറെ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ്. ഓൾറെഡി സ്റ്റോറിയുടെ അവസാനം വരുന്ന പല കാര്യങ്ങളും ആദ്യ സീസണിൽ തന്നെ ഫോർഷാഡോ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സീരീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നായകൻ വില്ലൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല ഇതിന്റെ കഥ യഥാർത്ഥത്തിൽ. ആന്റഗോണിസ്റ്റ് ആയിട്ട് വരുന്നവരുടെ ബാക്ക് സ്റ്റോറി നോക്കുമ്പോഴാണെങ്കിലും അവർ ഓരോ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് പറയാൻ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് പ്രയാസമുണ്ട്. കാരണം അതെല്ലാം തന്നെ സ്പോയിലർ കണ്ടന്റിലേക്ക് കടക്കുന്നതാണ്. ഇനി ടൈറ്റൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണ കാണുന്ന ടൈറ്റൻസിൽ നിന്ന് ഉപരിയായി പല വേർഷൻസിലുള്ള ഒട്ടനേകം ടൈറ്റൻസിനെയും പിന്നീട് സീരീസിൽ കൊണ്ടുവരുന്നുമുണ്ട്. ആർമഡ് ടൈറ്റൻ, ഫീമെയിൽ ടൈറ്റൻ, കൊളോസൽ ടൈറ്റൻ, ബീസ്റ്റ് ടൈറ്റൻ, വാർഹാർമർ ടൈറ്റൻ തുടങ്ങിയിട്ടുള്ള പല വേർഷൻസിലുള്ള ഒട്ടനേകം ടൈറ്റൻസ് ആണ് പിന്നീട് ഈ ഒരു സീരീസിൽ അപ്പിയറൻസ് ചെയ്യുന്നത്. അതിൽ ഓരോ ടൈറ്റൻസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവേഴ്സിനോടൊപ്പം പ്രോപ്പർ ആയിട്ടുള്ള വെൽ റിട്ടേൺ പേഴ്സണാലിറ്റീസും കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നതുമുണ്ട്. എന്തായാലും ഈ ഒരു സീരീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക. കണ്ടിട്ടുള്ളവർ സീരീസിനെ പറ്റിയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവയോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, and I am signing out from Comic Mojo.